7 കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ, മറിച്ച് 6 എണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ. ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാ. കള്ളം, പച്ചക്കള്ളം. 6 അല്ല 7 ഇവൻ തന്നെയാ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പ്ലീസ് ലെറ്റ് ഹിം കംപ്ലീറ്റ് ഇറ്റ്. പറയൂ. ഇങ്ങനൊരു രഹസ്യമല്ല, സത്യം. ഇപ്പോൾ പറയുന്നുകൊണ്ട് യാതൊരു ദൈവോദാക്ഷിണ്യമോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത്. എൻ്റെ ഈ മോഹം കണ്ടാലറിയില്ലേ, എനിക്കൊട്ടും പരിഭ്രമവും ഭയവും. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം എന്നെ പ്രേരിപ്പിച്ചു വന്നത്. മറ്റൊന്ന്, 7ാമത്തെ കൊല ആര് ചെയ്തു അവർ ഇന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ. അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത്. അതുകൊണ്ടാവണം ദൈവം ഈ അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആരാണ് ഇതിൽ 7ാമത്തെ ആൾ? മാണിക്കുഞ്ഞ്, നാദാമംഗലത്തെ 2 പേരിൽ ഒരാൾ.